നമസ്കാരം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കുന്നത് നമ്മളുടെ കഴിഞ്ഞ വീഡിയോകളിൽ കമൻറ്റ് സെക്ഷനിൽ വന്ന രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളൊരു വർക്ക് സെറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യം അല്ലെങ്കിൽ വർക്ക് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിവിടെ ഒരു വർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഓൾറെഡി വർക്ക് സെറ്റ് ചെയ്ത് റൺ ചെയ്തതാണ്. നിങ്ങൾക്ക് കാണാം. വർക്ക് പീസ് ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് വർക്ക്. ഇതിന്റെ ഇന്റേണലി ഒരു ഇതുണ്ടോ, ഹോള് നല്ല സൈഡ് നന്നായിട്ട് ബോർ ചെയ്തിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ അത് ഫിനിഷിങ് വേണ്ട ഒരു ജോബായിരുന്നു. ഇന്റേണൽ ബോറ് ഒരു 19 ഡയമീറ്റർ ഉള്ള ഒരു 10 ഹോളുകളാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 10 ഹോള് നമ്മൾ ചെയ്യാനായിട്ട്, നമ്മൾ ഈ വർക്ക് സെറ്റ് ചെയ്യാനായിട്ട്, അതായത് ഇതിനൊരു 7-8 mm ഒക്കെ നമ്മളുടെ ഈ വർക്ക് പീസിന്റെ തിക്നെസ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ വൈസിൽ ഹോൾഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വൈസിൽ ഹോൾഡ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം ഇത്ര ലെങ്ത് പീസ് കിടക്കുന്നതുകൊണ്ട് ഇഷ്യൂസ് ഉണ്ടാവും. ലെങ്ത് പീസുകൾ നമുക്ക് ഇത്രയും തിക്നെസ് കുറഞ്ഞത് പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ബെഡിൽ ഡയറക്റ്റ് ആണ് ഇത് സെറ്റ് ചെയ്യുന്നത്. ബെഡിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നുകിൽ ഇത് ഓപ്പൺ ഹോൾ ആയതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ബെഡിലേക്ക് വെറുതെ വെക്കാൻ സാധിക്കില്ല. അത് നമുക്ക് ചെയ്താലുള്ള കുഴപ്പം, ഒന്നുകിൽ നമ്മളുടെ മെറ്റീരിയൽ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ഒന്നുകിൽ കൂടുതൽ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബെഡിലെ മെറ്റീരിയൽ റിമൂവ് ആകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമുക്ക് അതും സേഫ്റ്റി നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് പാരലൽ ബ്ലോക്ക് വെച്ചതിന് ശേഷം അതിന്റെ മുകളിലാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ പാരലൽ ബ്ലോക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാരലൽ ബ്ലോക്ക് നമ്മൾ ഒരിക്കലും വർക്കിന്റെ അടിയിലായിട്ട് വെക്കാൻ പാടില്ല. കാരണം ഇത് ഓപ്പൺ ആയ ഒരു ഹോളാണ്. നേരെ താഴേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്കിത് ഇത്രയും കൂടെ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് താഴേക്ക് ഇറക്കേണ്ടി വരും. ഇപ്പൊ 7 mm ആണെങ്കിൽ നമ്മളൊരു 0.5 കൂടെ അഡീഷണൽ നമ്മൾ താഴേക്ക് ഇറക്കി തരുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫുള്ള് മെറ്റീരിയൽ റിമൂവ് ആവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ അതിന്റെ ടോപ്പും ബോട്ടോ നമ്മൾ ഇത് ചെയ്തിട്ടില്ല, മെഷീൻ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ആ പീസ് എടുത്ത് ഇതിൽ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ അവിടെ ഇവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിന്റെ ഇന്റേണൽ ബോറ് മാത്രമാണ് ഇമ്പോർട്ടന്റ് ഉള്ളൂ. ഓക്കെ, ഇതൊരു 19 mm ഡയുള്ള ഹോളാണ്. അപ്പൊ നമ്മൾ ഇതിന്റെ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കുക, ടൂള് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, അതായത് ടൂള് താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഈ കൊടുത്തിരിക്കുന്ന പീസ് ഒരു കാരണവശാലും ഇതിനകത്തോട്ട് കയറി വരാതെ ഇതിന്റെ ഈ ബോർഡർ ഉണ്ടല്ലോ, ഈ സർക്കിൾ തീരുന്ന ഈ സൈഡിലും ഇടയിൽ വേണം നമ്മളുടെ ഇതിന്റെ പീസിന്റെ എഡ്ജ് കയറി നിൽക്കാൻ പാടുള്ളൂ. കൂടുതൽ ഓവറായിട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് ചെല്ലുമ്പോൾ എന്ത് സംഭവിക്കും, മെഷീനിങ് നടക്കുന്ന സമയത്ത് അവിടുത്തെ മെറ്റീരിയലൂടെ എടുത്തു പോകാൻ സാധ്യതയുണ്ട്. നമ്മൾ ഓൾറെഡി ഫിനിഷിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ റഫ് അടിക്കുന്നതിലും കുറച്ചുകൂടെ താത്തി നിർത്തിയിട്ടായിരിക്കും നമ്മൾ ടൂളിന് ഓടിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഡ്ജ് എല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ താത്തി നിർത്തും. അപ്പോൾ അത് നമ്മളുടെ ഈ പാക്കിംഗ് പീസ് അല്ലെങ്കിൽ നമ്മളിത് ഹോൾഡ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന അടിയിൽ വെച്ചിരിക്കുന്ന പീസിൽ മുട്ടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളിവിടെ 1, 2, 3, 4 പീസ് അല്ലെങ്കിൽ 4 ക്ലാമ്പാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത്. 4 ക്ലാമ്പ് പോയിട്ട് ഈ 2 ക്ലാമ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമുക്കിതിന് ഒരു സ്റ്റോപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റോപ്പർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ ജോബുകൾ വരുമ്പോൾ നമുക്ക് ഓരോ പ്രാവശ്യം നമുക്ക് ഓഫ്സെറ്റ് എടുക്കുക പോസിബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ ഓഫ്സെറ്റിനെ പറ്റി നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്ത ഓഫ്സെറ്റ് എന്താണെന്ന് അറിയില്ലാത്തൊരു ആ വീഡിയോ കാണുക. ഇനി ഇപ്പോൾ നമ്മളിവിടെ ഓഫ്സെറ്റ് സെറ്റ് ചെയ്ത് ഓൾറെഡി ചെയ്തതിന് ശേഷമാണ് നമ്മളിവിടെ സ്റ്റോപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ മുന്നേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളത്, നമ്മൾ ഈ വർക്ക് ഇതിൽ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് ട്രൂ ചെയ്യണം. ലെവലാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മളിത് ട്രൂ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ട്രൂ ചെയ്യാൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. എനിവേ അറിയത്തില്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ പുറമേ ചെയ്യുന്നതായിരിക്കും. ഇത് കഴിഞ്ഞിട്ട് ഇത് വർക്ക് ലെവൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡയൽ വെച്ചിട്ട് നമ്മളിത് ട്രൂ ചെയ്ത് സെറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഓഫ്സെറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അപ്പം വർക്ക് ട്രൂ ചെയ്യുക, അതിനുശേഷം നമ്മൾ ഈ ക്ലാമ്പ് ജസ്റ്റ് പിടിപ്പിച്ചതിന് ശേഷമായിരിക്കും ജസ്റ്റ് ടൈറ്റ് ചെയ്ത് ട്രൂ കറക്റ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇത് മുഴുവൻ നമ്മൾ ടൈറ്റ് ചെയ്യും. ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓഫ്സെറ്റ് എടുക്കാൻ പോകും. വർക്കിന്റെ ഞാനിതിന്റെ ഓഫ്സെറ്റ് എടുത്തിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന പീസിന്റെ സെന്റർ, അതായത് വീതിപ്പാട് നമ്മൾ അതിന്റെ സെന്ററും എടുത്ത് ലെങ്തിൽ ഇതിന്റെ കോർണർ അല്ലെങ്കിൽ ഇതിന്റെ എഡ്ജ് ആയിരിക്കും ഇതിന്റെ സെന്റർ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കൊണ്ട് ഓഫ്സെറ്റ് എടുത്തു, അത് സെറ്റ് ചെയ്തു. അതിനുശേഷമായിരിക്കും നമ്മളിവിടെ ഈ സ്റ്റോപ്പർ കൊണ്ടുവന്ന് ഇവിടെ ടച്ച് ചെയ്ത്, അതായത് ഈ പീസിന്റെ എഡ്ജിൽ ടച്ച് ചെയ്ത് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കും. ഓക്കെ, അത് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ചെയ്ത് തന്നെ ഹോൾഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ നിന്നുള്ളത് വൈ ആക്സിസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മൾ എക്സ് ആക്സിസിലാണ് നമ്മൾ സ്റ്റോപ്പർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് വൈ ആക്സിസിലാണ് സ്റ്റോപ്പർ. ഈ സ്റ്റോപ്പർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കറക്റ്റ് 90 ഡിഗ്രി മെഷീൻ ചെയ്ത പീസാണ് ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയും ചെയ്തിരിക്കുന്ന പാരലൽ ബ്ലോക്ക് തന്നെയാണ് നമ്മൾ ഇതിൽ ഹോൾഡ് ചെയ്ത് മുട്ടിച്ച് വെച്ചിട്ട് ടൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ വർക്ക് അഴിച്ചിട്ട് അടുത്ത വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ സ്റ്റോപ്പർ അഴിക്കില്ല. സ്റ്റോപ്പർ അവിടെ ഉണ്ടാവണം. പോയിട്ട് നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ക്ലാമ്പ്, വർക്ക് ക്ലാമ്പ് ചെയ്തിരിക്കുന്ന
ക്ലാമ്പ് മാത്രമായിരിക്കും നമ്മൾ ലൂസ് ചെയ്തിട്ട് വർക്ക് എടുത്ത് മാറ്റുന്നത്. നമ്മളിത് വർക്ക് അഴിക്കാൻ പോവാണ്. നമുക്ക് വർക്ക് അഴിച്ചിട്ട് പുതിയൊരു വർക്ക് ലോഡ് ചെയ്യാം, റൺ ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മൾ ഇതിന്റെ ക്ലാമ്പ് ചെയ്തിരിക്കുന്ന ഇത് മാത്രമാണ് നമ്മൾ ഊരിയെടുക്കുന്നത്, ബാക്കിയൊന്നും നമ്മൾ ഊരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.